Dear students, നമ്മളിപ്പോൾ മൊഡ്യൂൾ 2 സെക്കൻഡ് ചാപ്റ്റർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻകം ഡിറ്റർമിനേഷൻ മോഡൽസ് ആണ്. നിങ്ങൾ ക്യാഷ് ഫ്ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഇക്കോണമി said to be in equilibrium when the total income equals the total expenditure. ഇൻകമും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ ഇക്കോണമി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ ഹൗസ് ഹോൾഡ്സും ഫേംസും മാത്രമുള്ള ഒരു 2 സെക്ടർ ഇക്കോണമീനെ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുന്നത് ഇൻകം വൈ എന്നാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ്സിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ്. ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ സി. ഫേംസിന്റെ കേസിലാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെ ഞാൻ ഐ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുന്നത് 2 സെക്ടർ ഇക്കോണമിയിൽ y is equal to c plus i, where y is the income, c is the consumption and i is the investment. ഇനി 3 സെക്ടർ ഇക്കോണമി ആണെങ്കിൽ ഹൗസ് ഹോൾഡ്സും ഫേംസും മാത്രമല്ല ഗവൺമെന്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് equilibrium condition is income is equal to expenditure. If you denote income by y, expenditures അവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ കൺസംഷൻ ഫോർ ഹൗസ് ഹോൾഡ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫേംസ് ആൻഡ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ ജി. സോ സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് വരും വൈ. ദാറ്റ് ഇസ് ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ ദി 3 സെക്ടർ ഇക്കോണമി. ഇനി ഫോറിൻ ട്രേഡേഴ്സും കൂടെ വരുന്ന ഒരു 4 സെക്ടർ ഇക്കോണമീനെ നോക്കുമ്പം ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെന്റ്, പിന്നെ ഫോറിൻ ഇന്ററാക്ഷൻസ് ബിസിനസ്സും കൂടെ അവിടെ വരുന്നുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ടും കൂടെ വരുന്നുണ്ട്. ആ കേസിൽ വരുമ്പോൾ അവിടുത്തെ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കണ്ടീഷൻ എഴുതിയാൽ ഇൻകം ഇസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നത് ഹൗസ് ഹോൾഡ്സിന്റെ ആണെങ്കിൽ സി പ്ലസ് ഫേംസിന്റെ ഐ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ജി പ്ലസ് എക്സ്പോർട്സ് എക്സ് മൈനസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇസെഡ്. ഇമ്പോർട്ടിനെയാണ് ഇസെഡ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ സബ്ട്രാക്ടിങ് ഇസെഡ്. സോ ഇതാണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഫോർ ഇൻകം ഡിറ്റർമിനേഷൻ മോഡൽസ്. അപ്പൊ ഇതിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം. വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഏതെങ്കിലും ഒരു 2 സെക്ടർ 3 സെക്ടർ അല്ലെങ്കിൽ 4 സെക്ടർ ഇക്കോണമിയിൽ ഇക്വിലിബ്രിയം അതായത് കൺസംഷനും ഒക്കെ തന്നിട്ടുണ്ടാവും. കൺസംഷൻ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ എഴുതണം. റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഫോർ y is equal to എന്താണ്, y എന്നുള്ളതാണ് ഇൻകം, നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇൻകം. അപ്പോൾ y is equal to എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ദാറ്റ് ഇസ് ദി റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഫോർ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. പിന്നെ ചോദിക്കേണ്ടാവുക പെർട്ടിക്കുലർ വാല്യൂസ് സിക്കൊക്കെ തന്നിട്ടുണ്ടാവും. കൺസംഷൻ ഇത്രയാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഒക്കെ തന്നിട്ട് 95 എന്തെങ്കിലുമൊക്കെ തന്നിട്ട് എന്താണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് കണ്ടുപിടിക്കും. അപ്പൊ നേരത്തെ കണ്ടുപിടിച്ച y is equal to എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർലി എന്താണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഫോർ ദ പെർട്ടിക്കുലർ വാല്യൂസ് ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് എക്സെട്ര അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം കൂടി അതിനകത്ത് വരുന്നത് മൾട്ടിപ്ലയറിന്റെ ചേഞ്ച് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 3 ഇക്വേഷൻസ് y is equal to c plus i എന്നും y is equal to c plus i plus g എന്നും y is equal to c plus i plus g plus x minus z എന്നും നമ്മൾ 3 ഇക്വേഷൻസ് ഇൻകത്തിന് എഴുതി. അപ്പോൾ സപ്പോസ് ഈ പറയുന്ന കൺസംഷനും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ വരേണ്ടത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം സപ്പോസ് ഞാൻ y e എന്നാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ സി നോട്ട് പ്ലസ് ഐ നോട്ട്, സേ കോൺസ്റ്റന്റ് സി നോട്ട്, ഐയും കോൺസ്റ്റന്റ് ഐ നോട്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത്. ചിലപ്പോൾ തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇതിന് പകരം y e കിട്ടുന്നത് സം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് സി നോട്ട് പ്ലസ് ഐ നോട്ട് ആയിരിക്കും. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഈ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഈ നമ്പറിനെയാണ് പറയുന്ന മൾട്ടിപ്ലയർ എന്ന്. ഓക്കെ,
അപ്പോൾ അത് 2 സെക്ടർ ഇക്കോണമിയിലാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിൽ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് മൾട്ടിപ്ലയർ. അത് തന്നെ 3 സെക്ടർ ഇക്കോണമി ആണെങ്കിൽ ആക്ച്വൽ വൈ എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഐ പ്ലസ് ജി ആണ്. ഇഫ് ഇറ്റ് ദേ ആർ കോൺസ്റ്റൻസ് സി നോട്ട് ഐ നോട്ട് ജി നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യാൻ പറ്റുക. അത് കോൺസ്റ്റന്റിന് പകരം സം ഫാക്ടർ മൾട്ടിപ്പിൾ ഓഫ് ഇതെന്നാണ് കിട്ടുന്നതെങ്കിൽ ഈ കെനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയാം. 4 സെക്ടർ ഇക്കോണമി ആണെങ്കിൽ അതിൽ വരുന്നത് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് ഇസെഡ് എന്നായിരിക്കും. ഇതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നതെങ്കിൽ ഈ കെ ആണ് മൾട്ടിപ്ലയർ എന്ന് വരിക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ ഇൻക്ലൂഡ് ചെയ്താൽ കെക്ക് എന്ത് വ്യത്യാസം വരും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ ഇല്ലായിരുന്നെങ്കിൽ കെക്ക് എന്ത് വ്യത്യാസം വരും, അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ കാണാം. അത് നമുക്ക് നോക്കാം. അപ്പൊ കെ അത് ആ പാരാമീറ്റർ ഇല്ലെങ്കിലും എന്താണ് വൈ, ആ പാരാമീറ്റർ ഉണ്ടെങ്കിൽ എന്താണ് വൈ എന്ന് നോക്കിയിട്ട് ആ പാരാമീറ്റർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലയറിന് വരുന്ന വ്യത്യാസം എന്താണെന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ജസ്റ്റ് അത്രേ ഉള്ളൂ. മൾട്ടിപ്ലയർ എങ്ങനെയാണ്, ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, ഉണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അതാണ് മൾട്ടിപ്ലയറിന്റെ പ്രോബ്ലംസ് വന്നാൽ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം ഇതിലെ. അപ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനിതൊന്ന് കളഞ്ഞേക്കട്ടെ. ഓക്കെ, സോ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ and solve for the equilibrium level of income. So the problem is, first question, find the reduced form equation and either A, B and the solve for the equilibrium level of income. Solve for the equilibrium level of income. Given y is equal to c plus I plus g, so this is a 3 sector economy. C is equal to c naught plus by. C is not a constant, there is a multiplier. And നമുക്ക് എഴുതി നോക്കാം. G is equal to g naught, where c naught is 135. particular values തന്നിട്ടുണ്ട്, അതിനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 0.8, I naught is equal to 75 and G naught is equal to 30. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് 3 സെക്ടർ ഇക്കോണമി ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ 3 സെക്ടർ ഇക്കോണമി ആണ്, അത് എഴുതുന്നു. 3 സെക്ടർ ഇക്കോണമിയിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ is equilibrium condition അല്ലെങ്കിൽ at equilibrium y is equal to c plus I plus g. ഇവിടെ എന്തൊക്കെയാണ്? സിക്കും c is equal to c naught plus by എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതൊന്ന് എഴുതാം. Here c is c naught plus by, I is I naught, G is G naught. So substituting these values in this equilibrium condition, what will you get? Is equal to y is equal to c. C is c naught plus by, I is I naught, G is G naught. So there are two terms in y. നമുക്ക് കണ്ടുപിടിക്കേണ്ട y എന്താണെന്നാണ്. അപ്പോൾ yയുടെ ടേംസ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. y minus by is equal to c naught plus I naught plus G naught. Okay, so y-നെ കോമൺ, y എന്താണെന്നല്ലേ കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ y-നെ പുറത്തേക്ക് എടുത്താൽ y into 1 minus b is equal to c naught plus I naught plus G naught. So what is y? y-നെ കിട്ടാൻ വേണ്ടിയിട്ട് divide this equation throughout by 1 minus b. Then you will get c naught plus I naught plus G naught divided by 1 minus b. അല്ലെങ്കിൽ I can write it as 1 by 1 minus b into c naught plus I naught plus G naught. രണ്ട് തരത്തിൽ എഴുതാം. ഞാനത് മൾട്ടിപ്ലയർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. Actually you are dividing this equation throughout by 1 by b. 1 minus b. So you will get y is equal to this. ഇതിനൊരു നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു?
y is equal to, so if you compare this with y is equal to c plus I plus g, there is a multiplier here. അതെന്താന്ന് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എഴുതാണ്? ഒരു മൾട്ടിപ്ലയർ ഇൻറ്റു എന്ന് എഴുതാണ്. സോ ദിസ് ഇസ് ഓഫ് ദ ഫോം ദാറ്റ് ഇസ് y is equal to dividing by 1 minus b എന്ന് പറഞ്ഞാൽ it is multiplication by the reciprocal 1 by 1 minus b, c naught plus I naught plus g naught. So here the multiplier is actually 1 by 1 minus b. മൾട്ടിപ്ലയറിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ പ്രോബ്ലം വളരെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, രണ്ട് തരത്തിൽ വേണമെങ്കിൽ എഴുതാം. So this is the reduced form equation for equilibrium level of income. അത് കിട്ടി. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി പാർട്ട് എന്താണ്? സോൾവ് ഫോർ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം വെൻ സി നോട്ട് ഇസ് ഈക്വൽ ടു 135. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് എഴുതാം. സി നോട്ട് ഇസ് ഈക്വൽ ടു 135. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഗിവൺ വാല്യൂസ് കോപ്പി ചെയ്യാണ്. സോ പ്രോബ്ലം ആൻസറിലും നമ്മൾ എഴുതുന്നു. ഗിവൺ ദാറ്റ്, so this is the first part of the problem A. So now we move on to the second part B. Given that C naught is 135, B is 0.8, I naught is 75 and G naught is 30. Therefore Y is 1 divided by 1 minus B. 1 minus B is 1 minus 0.8. C naught 135 plus I naught 75 plus G naught 30. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. 135 plus 75 plus 30. So it is 240 divided by 1 minus 0.8 is 0.2 divided by 0.2, you will get 1200. So the equilibrium level of income is 1200. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഒന്നും കൂടി എഴുതാം. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം YE, usually it is denoted as YE, is equal to 1200. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. വേറെ ഒരു മൾട്ടിപ്ലയർ ഒക്കെ കൂടി വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം അടുത്തതായിട്ട്. അപ്പോൾ ഇത്തിരി കൂടെ ഇതിപ്പോൾ ഭയങ്കര സിമ്പിൾ ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അടുത്തൊരു പ്രോബ്ലം, ഫൈൻഡ് ദ റെഡ്യൂസ്ഡ് ഫോം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റെഡ്യൂസ്ഡ് ഫോം equation, the value of the equilibrium level of income and the effect on the multiplier given. Okay, second problem ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് reduced form equation, find the value of the equilibrium level of income. മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. Okay, reduced form equation for YE, find the equilibrium level of income YE, and find the effect on the multiplier given the following model in which investment is not autonomous but a function of income. When the investment is not autonomous but is a function of income. ഇൻവെസ്റ്റ്മെന്റ് I എന്ന് പറയുന്നത്
എഗെയിൻ വൈയുടെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കണമെന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ തന്നിട്ടുള്ളത് ഗിവൺ ദാറ്റ് പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. ഗിവൺ ദാറ്റ് y is equal to c plus I, c is equal to c naught plus by കണ്ടു. ഇതാണ് I is equal to I naught plus ay. സിയും ഐയും എഗെയിൻ ഇൻകത്തിന്റെ ഫങ്ഷൻസ് ആണ്. Also given the particular values for the parameters, c naught is equal to 65, I naught is equal to 70, b is equal to 0.6 and a is equal to 0.2. Okay. ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു 2 sector ഇക്കോണമിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം y is equal to c plus I എന്ന് പറഞ്ഞിട്ടുണ്ട്. So this is a 2 sector economy. For that, equilibrium condition is, it is in equilibrium when y is equal to c plus I. Here എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? Here given that c is c naught plus by and I is given to be I naught plus ay. So substituting these values in y, you will get y is equal to c plus, c is c naught plus by plus I. What is I? I naught plus ay. So you will get, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ബി വൈ എ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് വൈയുടെ ടേംസ് രണ്ടെണ്ണം റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു y ഉണ്ട്, മൈനസ് ബി വൈ മൈനസ് എ വൈ, എല്ലാ ടേംസും ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. റൈറ്റ് സൈഡിൽ ബാക്കി സി നോട്ട് പ്ലസ് ഐ നോട്ട് ഉണ്ട്. സോ y ആണ് വേണ്ടത്. അപ്പോൾ വൈനെ ഞാൻ ഇസ് ടേക്കൺ ഔട്ട് സൈഡ്, 1 മൈനസ് ബി മൈനസ് എ is equal to c naught plus I naught. So what is the reduced form equation for y? Y കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 1 മൈനസ് ബി മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്യണം. c naught plus I naught divided by 1 മൈനസ് ബി മൈനസ് എ എന്ന് എഴുതാം. ഇതാണ് reduced form equation for y. ഓക്കെ, അപ്പോൾ എ പാർട്ടിന്റെ ആൻസർ കിട്ടി. എ പാർട്ട് കിട്ടി. രണ്ടാമത് വേണ്ടത് for a particular values of the parameters, c naught equal to 65, I naught equal to 70, b is equal to 0.6, a is equal to 0.2. ഇതാവുമ്പോഴേക്കും എന്താണ് equilibrium level of income എന്ന് വേണം. Now when this is equal to this, what is y? Then y is equal to c naught plus I naught. C naught is 65 plus I naught is 70 divided by 1 minus b is 0.6 minus 0.2. Okay, so 65 plus 70 135 divided by 1 minus 0.6 is 0.4, 0.4 minus 0.2 is 0.2. So you will get 135. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 65 പ്ലസ് 70, 135, 1 മൈനസ് 0.6 മൈനസ് 0.2 is 0.2. So we need 135 divided by 0.2, that is 675. The answer is 675. 675. ഇനി അപ്പോൾ ബി പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ചോദ്യമുണ്ട് അല്ലേ, എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഓട്ടോണോമസ് അല്ലാതെ ഫങ്ഷൻ ഓഫ് ഇൻകം വന്നപ്പോൾ എന്താണ് മൾട്ടിപ്ലയറിൽ ഉണ്ടായ ചേഞ്ച് എന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഐ നോട്ട് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു വൈ എന്നും, ഇൻവെസ്റ്റ്മെന്റ് ഐ നോട്ട് പ്ലസ് സം എ ഇൻറ്റു വൈ എന്ന് വന്നപ്പോൾ എന്താവണം ചേഞ്ച് എന്നുമാണ് ചോദ്യം. മനസ്സിലാവണ്ടോ? അതായത് നമ്മൾക്ക് ആക്ച്വൽ we know that our in general economy, in general
3 sector നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 sector economy ആണ് അല്ലേ. സോ വി നോ ദാറ്റ് the equilibrium condition for 2 sector economy is y is equal to c plus i. ഇവിടെ c plus iക്ക് പകരം എന്താ വന്നേക്കണേ, അതാ ഇവിടെ വന്നിരിക്കുന്നതിന് ഒന്ന് ഒരു മൾട്ടിപ്ലയർ ആയിട്ട് ഒന്ന് എഴുതി വെക്കും. ഇവിടെ മൾട്ടിപ്ലയർ ആയിട്ട് എഴുതിയാൽ എന്താണ് വരിക, സ്റ്റാർ എന്ന് ഐ ക്യാൻ റൈറ്റ്. Star is we have star, എന്താണ് സ്റ്റാർ പറഞ്ഞേക്കണേ, y is equal to c naught plus i naught divided by 1 minus b minus a. That is, our income y is a multiple of c naught plus i naught. c naught plus i naught എന്ന് പറയുന്നതിന് പകരം we get it as a multiple of c naught plus i naught. So ഇവിടുത്തെ multiplier എന്ന് പറഞ്ഞാൽ 1 minus b minus a ആണ്. Here the multiplier is 1 divided by 1 minus b minus a. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻ ഓഫ് ഇൻകം ആയതുകൊണ്ട് മൾട്ടിപ്ലയറിൽ എന്ത് ഇഫക്റ്റ് ആണ് വന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഐ എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആയിരുന്നെങ്കിൽ അത് ഐ നോട്ട് എന്ന് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ രണ്ട് കേസിൽ, അതായത് ഈ ഐ എന്നുള്ളതിന് പകരം ഐ നോട്ട് ആണെങ്കിൽ വൈ എന്താണ്, ഐ എന്നുള്ളത് ഓട്ടോണോമസിന് പകരം ഇസ് എ ഫങ്ഷൻ ഓഫ് എ വൈ, ഇപ്പൊ തന്നിരിക്കുന്ന പോലെ വന്നിട്ടുള്ളപ്പോ വൈ എന്താണ്, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കണമെന്നില്ല, നോക്കി പറയാം. ഇവിടെ എ വൈ എന്നുള്ളത് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ എന്ത് വരും എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എ വൈ എന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു ടേം ഉണ്ടാവില്ല അല്ലെ, ഈ ഒരു ടേം ഉണ്ടാവില്ല. ഈ ഒരു ടേം ഉണ്ടാവില്ലെങ്കിൽ ഈ ഒരു ടേം ഇവിടെ വരില്ല, ഈ എ മൈനസ് എ വൈ എന്നുള്ളൊരു ടേം വരില്ല. അപ്പൊ ഇവിടെ ഒരു മൈനസ് എ വരില്ല. ഇവിടെ എന്തായിരിക്കും വരണ്ടാവുക, 1 മൈനസ് ബി എന്ന് മാത്രമേ വരുള്ളൂ, മൈനസ് എ എന്നുള്ള ഒരു ടേം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആലോചിച്ച് തന്നെ പറയാൻ പറ്റും, എഴുതി നോക്കണം എന്നില്ല അല്ലെ. അപ്പോ ഇവിടെ ഇപ്പോ നമുക്ക് y എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് 1 by 1 മൈനസ് ബി മൈനസ് എ ഇൻറ്റു സി നോട്ട് പ്ലസ് ഐ നോട്ട് എന്നാണ്. അതേസമയം ആ എ എന്നുള്ള ഐ നോട്ട് ഐ ഇസ് ഈക്വൽ ടു ഐ നോട്ട് പ്ലസ് എ വൈ എന്നുള്ളതിന് പകരം ഐ നോട്ട് എന്ന് മാത്രമായിരുന്നെങ്കിൽ ഈ എ എന്നുള്ള ടേം ഈ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരത്തില്ല. അതായത് ആ വൈ എന്തായിരിക്കും വരിക, 1 by 1 മൈനസ് ബി ഇൻറ്റു സി നോട്ട് പ്ലസ് ഐ നോട്ട് എന്നാണ് വരിക. അപ്പൊ ഈ എ എന്നുള്ള ഒരു ഫാക്ടർ എന്ത് പറ്റി, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇത് കൂടുകയാണോ ചെയ്തേ കുറവാണോ ചെയ്തതെന്നാണ് പറയേണ്ടത്. എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാല് ഈ മൾട്ടിപ്ലയർ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കാം. അതായത് വേണമെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർലി വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഇതിൽ എന്താണ് വാല്യൂ എന്ന് നോക്കിയിട്ട് പറയാ, ഇതിലെന്താണ് വാല്യൂ എന്ന് നോക്കിയിട്ട് അങ്ങനെ ആയാലും മതി. ഇപ്പൊ ഇവിടെ നമുക്ക് so multiplier is 1 by 1 minus b. b is given as എന്താ b യുടെ വാല്യൂ എന്ന് 0.6. so 1 by 1 minus 0.6 you will get 1 divided by 1 minus 0.6 is 0.4. you will get 2.5. whereas ഇവിടെ മൾട്ടിപ്ലയർ എന്താണ്, മൾട്ടിപ്ലയർ 1 by 1 മൈനസ് ബി മൈനസ് എ ആണ്. അതായത് 1 by 1 മൈനസ് 0.6 മൈനസ് 0.2 അതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ മൾട്ടിപ്ലയർ ഡിവൈഡഡ് 0.2 ദാറ്റ് ഈസ് 5 എന്നാണ്. അപ്പോ എ എന്നുള്ള ഫാക്ടർ എന്താ പറയാ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടപ്പോ മൾട്ടിപ്ലയർ 2.5 എന്നുണ്ടായിരുന്നത് 5 ആയി. അതായത് മൾട്ടിപ്ലയർ കൂടി. ശരിക്കും പറഞ്ഞാൽ അത് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. മൾട്ടിപ്ലയർ 1 by 1 മൈനസ് ബി എന്നുണ്ടായിരുന്നത് 1 by 1 മൈനസ് ബി മൈനസ് എ എന്നായി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറഞ്ഞു. ഡിനോമിനേറ്റർ കുറയുമ്പോ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അത് നിങ്ങൾ അല്ലെ, ഒരു നമ്പർ 2/3 എന്ന് പറയുന്ന നമ്പറും 2/4 എന്നുള്ള നമ്പറും ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഈ നമ്പർ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറ്റുക, നിങ്ങൾക്ക് ഇത് നോക്കിയാൽ
മനസ്സിലാവോ? 2/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ? ഏത് അവന്റെ വാല്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡിവൈഡ് ചെയ്യണത് ഡിനോമിനേറ്റർ കൂടുമ്പോൾ നമ്പറിന്റെ വാല്യൂ കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറഞ്ഞു. ഡിനോമിനേറ്റർ -a ആണ് ചെയ്തത്. ഡിനോമിനേറ്റർ കുറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്ലയർ എന്താ ചെയ്തേ? മൾട്ടിപ്ലയർ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് വെൻ, അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് നോക്കി എഴുതിയാൽ മതി. കാരണം 2.5 ആയിരുന്നിരിക്കും ശരിക്കും I0 എന്നാണെങ്കിൽ വേണ്ടിയിരുന്നത്. I0 പ്ലസ് AY എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് തന്നപ്പോഴത്തേക്കും 2.5 അല്ല 5 ആണ് മൾട്ടിപ്ലയർ വന്നത്. സോ എന്തെന്ന് എഴുതാം ഇവിടെ? when the investment is a function of income, the multiplier changes from 1/1 minus b to 1/1 minus b minus a. That is, the value of the multiplier increases is increased. So that is the effect of multiplier on. ഇതുപോലെ ഒരു പ്രോബ്ലം കൂടി വേണമെങ്കിൽ ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് the reduced form equation, numerical value of YE and effect on the multiplier when a lump sum tax is added to the model. Same question തന്നെയാണ്. ഇവിടെ effect on the multiplier when a lump sum tax is added to the model എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. കോപ്പി paste. When a lump sum tax is added to the model. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് given that y is equal to c plus I, c is equal to c0 plus byd, I is equal to I0, yd is equal to y minus t. ഇവിടുത്തെ ടി ആയിരിക്കും ടാക്സ്. അത് കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. C0 തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, I0 തന്നിട്ടുണ്ട്, ആൻഡ് ടി തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ഇതൊരു 2 sector economy ആണ്. 2 sector economy equilibrium level of income actually y is equal to c plus I ആണ്. Here given that c is c0 plus byd, so substituting these values you will get c0 plus b c0 plus byd plus I എന്താണ്? I is given to be I0. ഇനി അപ്പൊ ഇത് ഇത്രയും കിട്ടി. ഇനി നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ yd എന്ന് പറയുന്ന സാധനം അതെന്താണ് അത് നമുക്കറിയില്ല അല്ലെ. അപ്പൊ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. yd എന്താന്ന് തന്നിട്ടുണ്ടോ? yd തന്നിട്ടുണ്ടല്ലോ, y മൈനസ് ടി. അപ്പൊ ഓക്കെ, വീണ്ടും എഴുതാം. c0 പ്ലസ് b ഇൻറ്റു yd എന്താണ് തന്നിരിക്കുന്നത്? y മൈനസ് ടി പ്ലസ് I0. അപ്പൊ വീണ്ടും c0 പ്ലസ് by ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ bt പ്ലസ് I0 ഇങ്ങനെ വന്നു. സോ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് y? ഇവിടെ വൈയുടെ ടേം റൈറ്റ് സൈഡിലുള്ളതുകൊണ്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഒരു ടേം ലെഫ്റ്റ് സൈഡിലുണ്ട്. ഈ ബി വൈയും കൂടി എടുക്കുമ്പോൾ മൈനസ് ബി വൈ. റൈറ്റ് സൈഡിൽ c0 പ്ലസ് വേറെ എന്തൊക്കെയാണ്? I0 മൈനസ് ബി ടി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ മൾട്ടിപ്ലയർ എന്തെന്നാ വരിക? മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി c0 പ്ലസ് I0ന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതും അല്ലെ. പിന്നെ എന്തെന്ന് എഴുതാം? y കിട്ടാൻ വേണ്ടിയിട്ട്
we take y common outside 1 minus b, right side c naught plus I naught minus bt. Y കിട്ടണമെങ്കിൽ divide this equation throughout by 1 minus b. You will get c naught plus I naught minus bt divided by 1 minus b. ഇവിടുത്തെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സി നോട്ട് പ്ലസ് ഐ നോട്ടിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിലെ കെ ആണ്. അപ്പൊ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുക? ഇവിടെ ഡിവിഷൻ ആണ് വന്നേക്കുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി റെസിപ്രോക്കൽ. സോ ഐ ക്യാൻ റൈറ്റ് ഡിവൈഡിങ് ബൈ 1 മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് ബൈ 1 മൈനസ് ബി എന്ന് എഴുതാം. സി നോട്ട് പ്ലസ് ഐ നോട്ട്, സി നോട്ട് പ്ലസ് ഐ നോട്ട്, ഒരു ടേം കൂടി ഉണ്ട് മൈനസ് ബി ടി ബൈ 1 മൈനസ് ബി. അപ്പൊ ഞാനത് ഇവിടെ തന്നെ എഴുതാണ്. പക്ഷെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 1 ബൈ 1 മൈനസ് ബി ആണ്. സി നോട്ട് പ്ലസ് ഐ നോട്ടിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട്, കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലയർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണോ അതാണ് ഇവിടുത്തെ മൾട്ടിപ്ലയർ. അപ്പൊ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് പിന്നീട് മൂന്നാമത്തെ പാർട്ട് ഓഫ് ദി പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. മൾട്ടിപ്ലയർ ഇസ് 1 ബൈ 1 മൈനസ് ബി. അത് ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് പാർട്ട് ഓഫ് ദി പ്രോബ്ലം ഉണ്ടാണ് സി നോട്ടിനൊക്കെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കണ്ടുപിടിക്കണം. വെൻ സി നോട്ട് ഇസ് ഈക്വൽ ടു 100. ഓക്കെ, അതൊന്ന് നമുക്ക് ഇവിടുത്തെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സി നോട്ട് ഇസ് ഈക്വൽ ടു, ഗിവൻ ദാറ്റ് സി നോട്ട് ഇസ് ഈക്വൽ ടു 100, ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ y is equal to 1 divided by 1 minus b. What is b? b is 0.6. C naught 100 plus I naught 40 minus BT. What is B? 0.6 into T. What is T? 50. So we can write this as 1 by 1 minus 0.6 is 0.4. 100 plus 40 minus 0.6 into 50, that is 30, that is 110 divided by 0.4, 110 divided by 0.4, you get 275. 275 ആണ് ആൻസർ. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം പെർട്ടിക്കുലർ വാല്യൂസ് ഓഫ് ദി പാരാമീറ്റർ കൊടുക്കും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം. മൂന്നാമത് ഒരു പാർട്ടും കൂടി ഉണ്ട്. എന്താണ്? ഈ ലംസം ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം ആഡ് ചെയ്തപ്പോൾ മൾട്ടിപ്ലയറിൽ എന്ത് ചേഞ്ച് ആണ് വന്നത്? അപ്പൊ ഈ ലംസം ടാക്സ് എന്നുള്ള ടി എന്നുള്ളത് ആഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ എവിടെയാണ് ചേഞ്ച് വരിക? വൈ ഡിക്കാണ് ചേഞ്ച് വരിക. വൈ ഡി എന്നുള്ളത് വൈന്ന് മാത്രമാവും. അപ്പൊ വൈ ഡി എന്നുള്ളത് വൈന്ന് മാത്രം ആവുമ്പോൾ സി, അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി നോക്കാം. എന്താണ്? ഈ ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇഫ് ടി വേർ നോട്ട് ആഡഡ്, ലംസം ടാക്സ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ടി, ലംസം ടാക്സ് ടി വേർ നോട്ട് ആഡഡ്, ഇതുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ വൈ ഡി എന്ത് വരും? വൈ ഡി എന്നുള്ളത് വൈ വരും. അപ്പൊ സി എന്ത് വരും? സി നോട്ട് പ്ലസ് ബി വൈ ഡിക്ക് വരും ബി വൈ എന്ന് വരും. അപ്പൊ നമ്മൾ y is equal to c plus i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിക്ക് വരും സി നോട്ട് പ്ലസ് ബി വൈ വരും, ഐക്ക് വരും ഐ നോട്ട് വരും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ y മൈനസ് ബി വൈ വരും, സി നോട്ട് പ്ലസ് ഐ നോട്ട് വരും. അപ്പോൾ y കോമൺ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ y ഇൻറ്റു 1 മൈനസ് ബി ഈക്വൽ ടു സി നോട്ട് പ്ലസ് ഐ നോട്ട്. അതായത് y ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ബി ഇൻറ്റു സി നോട്ട് പ്ലസ് ഐ നോട്ട്. അവിടുത്തെ മൾട്ടിപ്ലയർ എന്താ വരുന്നത്? 1 ബൈ 1 മൈനസ് ബി ആണ് വരുന്നത്. ഇവിടെ എന്താണ് മൾട്ടിപ്ലയർ വന്നേ? അവിടെയും 1 ബൈ 1 മൈനസ് ബി തന്നെയാണ് വന്നേ. അതായത് മൾട്ടിപ്ലയറിന് ചേഞ്ച് ഒന്നും വന്നില്ല. മൾട്ടിപ്ലയറിനല്ല ചേഞ്ച് വന്നത്. പിന്നെ ആ വാല്യൂ ഇവിടെ ഒരു ടിയുടെ ഒരു മൾട്ടിപ്പിൾ കുറഞ്ഞിട്ടുണ്ട്, മൈനസ് ബി ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓൺ ദി മൾട്ടിപ്ലയർ എന്നാണ്. വൈയിലുണ്ടായ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെയോ മൾട്ടിപ്ലയറിൽ ഉണ്ടായ ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലയറിന് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ അപ്പൊ ഞാനിത് ഇങ്ങോട്ട് തന്നെ എഴുതാണ്. ജസ്റ്റ് അത് നോക്കിയാലും മനസ്സിലാവും. ഇവിടെ നോക്കിയിട്ട് ഇവിടെ വൈ മൈനസ് ടിക്ക് വരാൻ വൈ ആയിരുന്നെങ്കിൽ ഈ പ്രോസസ്സിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. അപ്പൊ ഇത് ഹിയർ ഓൾസോ, സോ ടി ആഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിലും, ഇഫ് യു ക്യാൻ റൈറ്റ് ഇഫ് ടി വാസ് നോട്ട് ദർ,
multiplier is would be 1 by 1 minus b. When t is added to the model, then also multiplier is 1 by 1 minus b. So that is the addition of t doesn't change. There is no change in the multiplier. There is no change in the multiplier by the process of adding lump sum tax t to the model. Whereas ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് വൈക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാന്നുള്ളൂ, പക്ഷെ അത് ക്വസ്റ്റ്യനിൽ ഇല്ല. Only but the value of aggregate value of y change by an amount equal to minus bt, but the multiplier doesn't change. Okay, അതാണ് ഈ മൾട്ടിപ്ലയറിന്റെ പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 തരത്തിലെ പ്രോബ്ലംസ് 3 എണ്ണം ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണോ?